കുഞ്ഞി എനിക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരി. അവളാണെങ്കിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ അടുത്തൊന്നുമല്ല അവള് ഇരിക്കാറുണ്ടായിരുന്നത്, വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം അവൾക്ക് വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ട്. ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും അല്ല അവൾക്ക് ഉള്ളത്. പക്ഷേ അവളൊരു പ്രത്യേക ഒരു നല്ലൊരു ക്യാരക്ടറുള്ള നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ 60 പേരുണ്ടായിരുന്നു ക്ലാസ്സിലെന്ന് തോന്നുന്നു. അതില് 39-40 പേരടുപ്പിച്ച് പെൺകുട്ടികളായിരുന്നു, ബാക്കി ആണ് ബോയ്സ് ഉള്ളത്. അപ്പം കൂടുതലും ഗേൾസ് ആയിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. അപ്പം അതില് ഈ ഫ്രണ്ട്, ഈ കൂട്ടുകാരിയാണെങ്കിൽ അവൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്തോട്ട് വന്ന് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അത്യാവശ്യം പഠിക്കും, അത്യാവശ്യം ടാലൻറ്റഡ് ആണ്, എല്ലാം ആണ്. പക്ഷേ നമ്മുടെ ഇടയിൽ ആരുടെ ഇടയിലും വന്നിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ വന്ന് അവൾ ടാലൻറ്റഡ് ആണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പോസീവ് നേച്ചർ അല്ല. പക്ഷേ അവളടുത്ത് ആരെങ്കിലും സംസാരിക്കുമ്പം അവളുടെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അവൾ കാണിച്ച് സംസാരിക്കണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂട്ടോ. അവളോട് സംസാരിക്കുന്ന ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവളെ മാത്രമല്ല, ഞാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്യണ ഒരു ആളാണ്. എല്ലാവരെയും ഒബ്സർവ് ചെയ്യണ കൂട്ടത്തിൽ ഞാൻ അവളെയും ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടുണ്ട്. ആ കുട്ടി കുറച്ച് പിന്നിലോട്ട് ഇങ്ങനെ എല്ലാവരെയും മുന്നിൽ വരൂല ആളൊന്ന്, എന്നാൽ ഭയങ്കരമായിട്ടും പർപ്പസ്ഫുള്ളി പിന്നിലോട്ട് പോയി നിൽക്കുന്ന ആളല്ല. പക്ഷെ അവൾക്ക് അവളുടെ പേഴ്സണാലിറ്റിക്കും അവളുടെ ആ ഒരു സ്റ്റാൻഡേർഡിനും വെച്ചിട്ട് അവള് പുറത്തോട്ട് കാണിക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും ആരും കൊടുത്തിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സും നമുക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. കാരണം എന്തെങ്കിലും ഒരു അവസരം ചെറിയൊരു തോതിൽ കിട്ടണ സമയത്ത് അവളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായങ്ങൾ പറയണത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അവളോട് സംസാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാൻ വരണ സമയത്ത് അവളിതുപോലെ അതായത് നോ പറയേണ്ടടുത്ത് നോ പറയണ ഒരാളാണ്. പക്ഷെ ആർക്കും അറിയില്ല അവളുടെ ഒരു നേച്ചർ എന്താണെന്നൊന്നും. എല്ലാവരും ഒരു സാധാരണ ബാക്ക് ബെഞ്ചർ അല്ലെങ്കിൽ ഒരു സാധാരണ പഠിക്കും, വരും, പോകും എന്നുള്ള ഒരു മെന്റാലിറ്റി എല്ലാവരും അവളെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അത് ഓർക്കാൻ കാരണം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവളെ ഒരിടത്ത് വെച്ച് കാണാനിടയുണ്ടായി. അപ്പം ആ സമയത്ത് അന്ന് എങ്ങനെയായിരുന്നോ ആ പേഴ്സണാലിറ്റി കുറെ കൂടെ സ്ട്രോങ് ആയെന്നുള്ളതിലപ്പുറമായിട്ട് യാതൊരു ചേഞ്ചും ഒക്കെ ഉണ്ടായിട്ടില്ല. മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയും പല ഇതിലൂടെയും നമ്മൾ മുന്നേയും കാണാറുണ്ട്. അവർക്ക് എല്ലാവർക്കും പല രീതിയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവളുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ പേഴ്സണാലിറ്റി ആ ഇത് സ്ട്രോങ് ആയി എന്നുള്ളതിലപ്പുറമായിട്ട് കുറെ കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയി അവള്. പക്ഷെ അന്നും ഇന്നും ആർട്ടിഫിഷ്യലായിട്ട് യാതൊരുവിധ മേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഓവറായിട്ടുള്ള ഇതൊന്നുമല്ല. അവൾ ആരാണെന്ന് അവൾക്ക് മാത്രം അറിയാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അവൾക്കത് അറിയണവരറിഞ്ഞാൽ മതി, എന്ന് പുറമെ ഇങ്ങനെ കാണിച്ചു നടക്കണോ അങ്ങനെയൊന്നുള്ളതല്ല. അതിനുശേഷം ഞാൻ എത്രയും നാളുകൾക്ക് ശേഷം കണ്ടപ്പോഴും അവളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അവൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ഞാൻ അവളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയും എന്താ പറയാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അവൾ കാണിക്കുന്നത്. ഭയങ്കര സൈലന്റ് ആണ്, എന്നാൽ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും. ചിലർക്ക് തോന്നും ഭയങ്കര എടുത്തു ചാടി സംസാരിക്കുമെന്ന്. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോ പറയേണ്ടടുത്തോളം നോ പറയും, ഓക്കെ പറയേണ്ടടുത്ത് ഓക്കെ പറയും, സൈലന്റ് ആവേണ്ടടുത്ത് സൈലന്റ് ആവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പ് ഒരാളാണ്. അപ്പൊ ഇടയ്ക്ക് ക്ലാസ്സിൽ ഒരു വട്ടം ഇതുപോലെ ഒരു അവസരം കിട്ടി. നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഫ്രീ ടൈമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കും. ബോയ്സും ഗേൾസും നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അപ്പം ആ സമയത്ത് അപ്പൊ ഇതുപോലെ എന്തോ ഒരു റാൻഡംലി ഇങ്ങനെ ലോട്ട് എടുത്തിട്ട് ചെറിയ സീനുകൾ കൊടുക്കും. അപ്പൊ അതിങ്ങനെ ആക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇവളവിടെ ആ ഒരു സീന് നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചു. അപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ
ആ ഒരു അഭിനയത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ അവളൊരു നല്ല ടാലന്റഡ് ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവളുടെ ഒരു പേഴ്സണാലിറ്റി അപ്പോഴും ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ആള് കുറച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് അങ്ങനെ. പിന്നെ വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ഞാൻ അവളുടെ അക്കൗണ്ട് കണ്ടു. അപ്പം അതിനകത്ത് ഭയങ്കര കിടിലമായിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ, ഒരുപാട് പോസ്റ്റുകളൊന്നുമില്ല, ഒരുപാട് എക്സ്പോസീവ് ആയിട്ടുള്ള ഇൻസ്റ്റയല്ല, പക്ഷെ അതിനകത്ത് ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ എല്ലാം അവൾ തൊടുന്ന എല്ലാ കാര്യവും അവളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും സ്റ്റിൽ അവളിടുന്ന ഓരോ പ്രൊഫൈൽ പിക്ചേഴ്സ്, ഫോട്ടോസ്, ഇതിനൊന്നും യാതൊരുവിധ ആർട്ടിഫിഷ്യാലിറ്റി, ഒരു ഓവർ മേക്കപ്പോ അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണോ ആ ഒരു റോ ഫീല് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കും. ഇപ്പോൾ ഒരുപക്ഷെ അവൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത്രയും നമ്മൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ അടുത്തിരുന്നിട്ടില്ല. വളരെ റയറായിട്ട് ചിലപ്പം അടുത്തിരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്കും ക്ലാസ്സിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞാൽ അങ്ങനെ ഇന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കോമൺ ആയിട്ട് എനിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ അവളും ഫ്രണ്ടാണ്. ഇടയ്ക്ക് ഒരു വട്ടം അവളെ കണ്ട സമയത്ത് അവൾ ജസ്റ്റ് നോർമലി ഒരു ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഹായ് ബൈ പറഞ്ഞങ്ങ് പോയി. വേറെ ഡീറ്റെയിൽ ആയിട്ട് എന്താ ഇവിടെ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, സുഖമാണോ, അങ്ങനെയൊന്നുള്ള യാതൊരു ടോക്കും ചെയ്തില്ല. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി വളരെ നല്ലൊരു സ്ട്രോങ് പേഴ്സണാണ്. എസ് ഓർ നോ പറയേണ്ടടുത്ത് പറയും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോളിനെ ഞാൻ ഓർക്കുന്നു ഈ ഒരു അവസരത്തിൽ.